നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇപ്പോൾ എക്കാലം നമ്മെ ആരോഗ്യത്തോടെ ബലത്തോടെ അവിടുത്തെ ആരാധനയ്ക്കായി, അവിടുത്തെ സ്തുതിപ്പിനായി, നമ്മളെ കൊണ്ടുവന്ന ബലത്തിനായി കുറയ്ക്കായി നമ്മോട് സ്തോത്രം ചെയ്യാം. അതുപോലെ കാലം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ, ഈ ആലയത്തിൽ നിറഞ്ഞു കവിയുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായി തീരുവാൻ സമർപ്പയാക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്തുതിക്കുന്ന പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഹല്ലേലൂയ നദിയോട് സ്തോത്രം ചെയ്തു കർത്താവേ. പുറക്കാലം വിശുദ്ധ സഭായോഗമായി കർത്താവെ കടന്നു വരുവാൻ തക്കോണം അവിടെ ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തിയ സ്നേഹത്തിനായി, കൃപയ്ക്കായി, കരുതനായി, ആ കരുണയ്ക്കായി നദിയോട് സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനേ, നദിയോട് സ്തോത്രം ചെയ്തു കർത്താവേ. കഴിഞ്ഞ ആഴ്ച കാലം അവിടുത്തെ കീഴിൽ ഞങ്ങളെ മറച്ചു ബലപ്പെടുത്തി ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തുന്നതിനായി നദിയോട് സ്തോത്രം ചെയ്തു കർത്താവേ. ഇപ്പോൾ കാലം ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ സ്തോത്രം ചെയ്യുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ആ സ്വർഗീയമായ കൃപകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കപ്പെടുവാൻ ഇതുപോലെ കാലം സ്വന്തം സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വന്തം സഹായിക്കുവാനാകണമേ. മനുഷ്യരുടെ ചെയ്യുവാൻ തക്കണം അവിടുത്തെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ശക്തീകരിക്കുവാനാകണമേ, ബലപ്പെടുത്തുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകളെ പാടി ആരാധിച്ച് ബലപ്പെടുവാൻ, ഹല്ലേലൂയ നല്ല സാക്ഷ്യങ്ങൾ, നല്ല സംഗീതങ്ങളൊക്കെ ഹല്ലേലൂയ കർത്താവേ ഈ വർഷം കൂടി ലഭിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുവാനാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ശക്തീകരിക്കണമേ, ഹല്ലേലൂയ ബലപ്പെടുത്തണമേ. പരിസരം മറന്ന് അവരെ ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. കടന്നു വരാൻ പ്രിയപ്പെട്ടവർ എല്ലാ തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവരുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സഹായം ഞങ്ങൾക്ക് തരുവാനാകണമേ. കർത്താവ് കർത്താവെ, ശാരീരികമായ ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്. അല്ലെങ്കിൽ കാലം കർത്താവെ ഈ പുൽപ്പറ്റി കയറി നിൽക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ട് പൂർണ്ണാരോഗ്യത്തോടെ ബലത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം അദ്ദേഹത്തെ ശക്തീകരിക്കുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു തങ്ങളുടെ നാമത്തിൽ തന്നെ. ആമേൻ. He is Lord.
സദൃശ്യവാക്യം 1:1 മുതൽ 12 വരെ. സദൃശ്യവാക്യം 1:1 മുതൽ 12 വരെ. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകനായ ശലോമോന്റെ സദൃശ്യവാക്യങ്ങൾ. ജ്ഞാനവും പ്രബോധനവും വായിപ്പാനും വിജ്ഞാനം ജനങ്ങൾ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, എന്നിവയൊക്കെ പ്രബോധനം ലഭിപ്പാനും അതിർത്തികൾ സൂക്ഷ്മബുദ്ധിയും പാലനും പരിജ്ഞാനവും ഭാഷകൾ നൽകുവാനും ജ്ഞാനി കേട്ട് ബുദ്ധി പ്രാപിപ്പാനും സതുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും അധികാരവചനങ്ങളും പ്രാണികളുടെ മുറികളും കടകഥകളും മനസ്സിലാക്കുവാനും നാം ഓർക്കുന്നു. ജ്ഞാനത്തിന്റെ ആരംഭമാണ് മോക്ഷജ്ഞാനവും ജ്ഞാനവും പ്രബോധനവും
ദൈവത്തിനും ഇവിടുത്തെ യൂത്തിനും എല്ലാം എൻ്റെ നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഒരുപാട് ഇതിനെക്കുറിച്ച് നല്ല വിവരണങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ആത്മീയാർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ എളിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ ചിലത് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇവിടെ പിതാവ്, പുത്രൻ, പിന്നെ ശാഖകള്. ഇവിടെ നമ്മുടെ ദൈവത്തെ കുറിച്ച് നാം ചിന്തിക്കുന്ന ഒരു തൃത്വം ആണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുപോലെ ഒരു തൃത്വ സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് തോട്ടക്കാരൻ നമ്മുടെ ദൈവം, സർവശക്തനായ ദൈവം, മുന്തിരി ചെടി നമ്മുടെ കർത്താവ്, ശാഖകള് നമ്മള്. ഈ ശാഖകൾക്ക് മുന്തിരി ചെടിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ പറ്റത്തില്ല. നമ്മളത് കണ്ടൊടിച്ച് മാറ്റി ഇട്ട് കഴിഞ്ഞാല് അതവിടെ കിടന്നുണങ്ങി പോവുകയുള്ളൂ. അത് കായ്ക്കത്തുമില്ല, പൂക്കത്തുമില്ല. അതിലുണ്ടായിരുന്ന മുട്ടുകളോ പൂക്കളോ കായ്കളോ ഒന്നും നമുക്ക് യൂസ്ഫുൾ ആയി കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരി ചെടിയാണ്. സാക്ഷാൽ എന്ന മലയാള വിവർത്തനത്തിൽ വന്നിരിക്കുന്നു. എന്നാൽ മൂലഭാഷയിലെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സത്യമായും എന്നാണ്. അതായത് സത്യമായും കർത്താവിൽ വസിച്ചിട്ടല്ലാതെ നമുക്കൊന്നും ഈ ഭൂമിയിൽ നേടുവാൻ പറ്റത്തില്ല. ആത്മീയ ജീവിതത്തിലോ ഈ ലോക ജീവിതത്തിലോ നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ സാക്ഷാൽ മുന്തിരി ചെടിയായ കർത്താവിൽ വസിച്ചിട്ടല്ലാതെ പറ്റത്തില്ല. ഈ ചെടി എന്ന് പറയുമ്പോൾ ഒരു ചെടിയുടെ തണ്ട് എന്ന് പറയുമ്പോൾ അതാണ് മണ്ണിൽ നിന്നും അതിന്റെ റൂട്ട് വഴി വെള്ളവും ധാതുക്കളും വേണ്ടുന്ന വളവും എല്ലാം വലിച്ചെടുത്ത് ശാഖകളിലും ഇലകളിലും എല്ലാം കൊടുക്കുന്നത്. എന്നിട്ടാണല്ലോ ഇലകളെ ഭക്ഷണം പാകം ചെയ്ത് ചെടി സയൻസ് പഠിച്ചവരാണ്, അവർ അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് വേണ്ട ആത്മീയമായ നിർദ്ദേശങ്ങളും ആത്മീയ കാഴ്ചപ്പാടും എല്ലാം ലഭിക്കണമെങ്കിൽ കർത്താവിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിനായി നാം കർത്താവിനെ ഇപ്പോഴും കണ്ടുകൊണ്ടിരുന്നാലും നമ്മളോട് സംസാരിക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം, ഈ വചനം വായിക്കുമ്പോഴാണ് നാം കർത്താവിൽ വസിക്കുന്നത്. അങ്ങനെ വായിച്ച് ധ്യാനിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ശാഖയായി വരുന്നത്. യഥാർത്ഥ ശാഖ നന്നായി ഫലം കായ്ക്കും, അല്ലെ? അത് ഫലം കായ്ക്കണമെങ്കിൽ ചിലപ്പോൾ 2 തരം വെട്ട് നടക്കുന്നുണ്ട് ഈ ചെടിയിൽ. മുന്തിരി ചെടി 2 തരം വെട്ട്. ഒന്ന് അധിക ഫലം കായ്ക്കുന്നതിന് പ്രൂൺ ചെയ്യുന്നതാണ്. നമ്മുടെ ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് നമുക്ക് ഇഷ്ടമില്ലാതിട്ടല്ല. അതുപോലെ കർത്താവും ദൈവവും നമുക്ക് ചില വെട്ടുകൾ ചില സമയത്ത് തരും. അതിനെ നമ്മൾ സ്നേഹത്തോടെ അതിനെ സ്വീകരിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ നാം അധികം ഫലം കായ്ക്കും. ആത്മീയമായിട്ടും ലോകപ്രകാരവും നമുക്ക് ഫലം കായ്ക്കാൻ സാധിക്കും. പിന്നീട് ഒരു വെട്ട എന്ന് പറയുന്നത് ഏതാ? ഫലം കായ്ക്കാത്തത്. ഫലം കായ്ക്കാത്തതിനെ വെട്ടുക മാത്രമല്ല, വെട്ടി അതിനെ എറിഞ്ഞു കളയും. എറിഞ്ഞു കളയുമ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ എറിഞ്ഞു കളയുമ്പോൾ നമുക്ക് അതിനോട് സ്നേഹമുണ്ടോ? ഇല്ല, നമ്മൾക്ക് വെറുപ്പാണ്. വെറുപ്പ്, ഇഷ്ടക്കേടൊക്കെ ഉള്ള ഒരു സാധനത്തെ നാം വലിച്ചെറിയുന്നത്. അതുപോലെ ദൈവത്തിൽ ഫലം കായ്ക്കാത്തതിനെ വെട്ടി എറിയും. പിന്നീട് എന്തോ അതവിടെ ഉണങ്ങിയിട്ട് അത് തോട്ടക്കാരനായി എന്നെ എടുക്കും, തീയിട്ട് കളയും. അതായത് ദൈവത്തിൽ കർത്താവായ യേശുവിൽ വസിക്കാതെ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജീവിച്ചാൽ നമ്മളുടെ ജീവിത അവസാനം എന്തായിത്തീരും? നിത്യ നരകാഗ്നിയിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ട് നാം അധികം ഫലം കായ്ക്കണം. അതായത് നമ്മൾ ഈ കർത്താവ് പറഞ്ഞ പ്രകാരം നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫലമുണ്ട്. അത് റോമർക്ക് എഴുതിയ സുവിശേഷം ലേഖനത്തിലെ 6-ാം അധ്യായം 22-ാം വാക്യം. ദൈവത്തിന്റെ
സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമായ കർത്താവിനെ സ്തുതിച്ചോട്ടെ. ദൈവത്തെ ശക്തിയോടെ കർത്താവിൽ പ്രതികൂല പ്രയാസങ്ങളുടെ വൈദ്യുതി കർത്താവിനെ നാം പ്രധാന ആരാധിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ ഒരിക്കലും ദൈവം നമ്മളെ പിന്നോട്ട് വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah.
സ്തോത്രം. ഹല്ലേലൂയ. എന്ന മനോഹരമായ ഗാനങ്ങൾക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിച്ചതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ അത് സഭയൊന്നാകുന്ന നമ്മളത് നമുക്കൂടെ ഒരു പ്രചോദകമായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്നും നമുക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ സഹായം ആരംഭിക്കാവുന്നതാണ്. നമ്മുടെ തലകളെ ഉണക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച വടക്കാലത്ത് നിങ്ങളെ പരിപാലിച്ച കർത്താവേ, ആപത്ത് അനർത്ഥങ്ങൾ ഭീകരത നിറഞ്ഞ ലോകത്ത് കർത്താവേ, അവിടെ ഞങ്ങളെ കണ്ണിലെ അവിടുത്തെ കൃഷ്ണനെ പോലെ ഞങ്ങളെ കാത്ത് പരിപാലിച്ചു. അനർത്ഥങ്ങൾ നാമത്തിലെല്ലാം ഞങ്ങൾ വിടുവിച്ചു. ഞങ്ങൾ ആ സഭയായി ഞങ്ങൾ വിവിധ ഭവനങ്ങൾ ദേശങ്ങളിൽ നിന്ന് സഭയായി ഞങ്ങളെ കൂട്ടിവരുത്തി ഈ ആലയത്തിൽ നമ്മെ സ്തുതിപ്പാൻ തക്കവണ്ണം, അങ്ങനെ ആരാധിപ്പാൻ തക്കവണ്ണം, ആരാധിച്ച് പരിപ്രവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിച്ചു. കുറയ്ക്കായി സ്തോത്രം. സഭയൊന്നായി നിങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ആറാവിന് ഞങ്ങളെ പരിപാലിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നിങ്ങളെ പരിപാലിച്ചു. ക്ഷേമത്തോടെ ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങളുടെ രോഗികൾക്കുള്ള സൗഖ്യം തന്നു. ഞങ്ങളെ വേണ്ടതെല്ലാം നൽകുന്നത് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളെ വഴി നടത്തി ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളെ കൂട്ടിവരുത്തി. കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട 3 വർഷത്തെ നടപ്പാൻ സഹായിച്ചല്ലോ. സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ. കർത്താവെ, നിങ്ങളുടെ പൈതൃക മനോഹരമായ ഗാനങ്ങൾ പാടി അങ്ങയെ സ്തുതിച്ച കർത്താവെ, അതേ മതത്തിന് മയക്കുമരുന്നിന് വേണ്ടി ഓടുന്ന ഒരു തലമുറയിൽ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് അങ്ങയെ സ്തുതിപ്പാൻ അവരുടെ അർത്ഥങ്ങളിൽ നിന്ന് അങ്ങയെ സ്തുതിപ്പാൻ അവരുടെ അർത്ഥങ്ങളെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. ഏവരെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ കർത്താവെ, അവിടുത്തെ സഭരാജ്യത്തിന് കൊള്ളാവുന്ന ഭയങ്ങളായി വളർന്നു വരുവാൻ തക്കണം. സമൂഹത്തിന് കൊള്ളാവുന്ന ഭയങ്ങളായി വളർന്നു വരാൻ തക്കണം. സ്വന്തം ഭവനത്തിൽ കൊള്ളാവുന്ന ഭയങ്ങളായി വളർന്നു വരാൻ തക്കണം. ഞങ്ങളുടെ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ഇരുപ്പാൻ തക്കണം. ഏവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ കർത്താവെ അവിടുത്തെ ഭാഷയുടെ കൈമാറിയല്ലോ. അത് കർത്താവെ ആ സാക്ഷാൽ മന്ദിരങ്ങളുടെ ക്രിസ്തു വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ പലരുകളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ഒരുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. മാതാപിതാക്കളുടെ സ്ഥാനം കൂടെ ഇരിക്കണമേ. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ഒരുവരുവാൻ തക്കണം. സത്യത്തിൽ ആത്മാവ് ആരാധിച്ചനെ ബലപ്പെടുവാൻ തക്കണം. അഗ്നി ഇറങ്ങി വരുന്ന ആരാധനയുടെ വെളിപ്പെടുവാൻ തക്കണം. പരിശുദ്ധാത്മാ
അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ അവിടുത്തെ ദൈവാസനത്തെ കൈമാറുന്ന പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി കർത്താവെ ദാസത്തെ അതിരങ്ങളിൽ എല്ലാം ബലപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ഏവരെങ്കിലും പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവിന്റെ ദൂരതയിൽ ഓൺലൈനായി അതിൽ സംബന്ധിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഏവർക്കും അനുഗ്രഹമായി കർത്താവെ സ്തോത്രം. ഈ സമയത്ത് കർത്താവിൽ നിന്ന മകരെയായി ഞങ്ങളുടെ സാമ്പാസികൾക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും കർത്താവിന്റെ ശക്തിയോട് അങ്ങനെ പോഷിപ്പാനക്കണം, ക്രിസ്ത്യൻ വേർപ്പാനക്കണം. കർത്താവിന്റെ ദാസനെ കുടുംബത്തോട് ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കാര്യങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടതിന് നശിക്കായി കർത്താവെ അവിടെ നിന്ന് കർത്താവെ ഞങ്ങൾ സംതീർമാനം ഞങ്ങളുടെ ശരീരാത്മദേഹികളെ അവിടെ വിശുദ്ധീകരിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏവരെ കഴിവെടുക്കാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രാഗൽഭ്യത്തോടെ കൈനീട്ടാനും ഞങ്ങളെ ബലപ്പെടുത്തണം പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇത് സംബന്ധിച്ച കർത്താവെ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാനും ഞങ്ങൾ ആത്മാവിൽ ബലപ്പെടുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടി ഞങ്ങൾ സാന്നിധ്യം കർത്താവെ അനുഭവിച്ചറിയുന്ന കർത്താവെ സാന്നിധ്യത്തിലൂടെ ആയിരിക്കുന്നതാണ്. നന്ദി കർത്താവെ സ്തോത്രം. കർത്താവിനുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടെ അനുഗ്രഹിക്കണമേ മാനിക്കണം പ്രാർത്ഥിക്കുന്നു. അതായത് സഭയാവികൾ കൂടി കാട്ടി സമർപ്പിക്കുന്നു. മാനവമഹത്വങ്ങൾ അംഗീകരിക്കുന്നു. സർവ്വങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ. തുടർന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ പല പ്രാർത്ഥനാ വിഷയങ്ങള് മധ്യസ്ഥയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഷൈന എന്നൊരു സഹോദരിക്ക് ജോലിയില്ലാതെ ഭാരപ്പെടും. കുറെ വർഷങ്ങളായി ഭാരപ്പെടുന്നു. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഈ ആരാധന പദ്ധതി കർത്താവെ ഞങ്ങൾ സമയമായി ദിവസത്തിലേക്ക് കടന്നു കർത്താവെ ഈ സഹോദരിയുടെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതെ ജോലിക്ക് വേണ്ടി കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഷൈന എന്ന സിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ സമയമായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സമയം കർത്താവെ അവിടുത്തെ സ്വർഗീയമായ കർത്താവെ മറുപടി അയച്ച കർത്താവെ ആ ദാസിക്ക് അവിടെ അതിനുവേണ്ടിയുള്ള വഴികൾ തുറന്നു കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് ആഴത്തിൽ നിന്ന് ഞങ്ങൾ അറിയുന്നത് എന്തെന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ആ ബച്ചൻ കർത്താവെ അതിന് പ്രവർത്തിക്കുമ്പോൾ ആ സഭയ്ക്ക് പൂർണ്ണമായി അതിനൊരു വഴി തുറന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സഭയൊന്നായി താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ അവിടെ നിങ്ങൾ പ്രാർത്ഥനകൾ യേശുവിന്റെ നാമത്തിൽ തന്നെ. സോളി എന്ന സഹോദരിയുടെ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നു. പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. സഭയൊന്നായി നമുക്ക് ഒരു മനസ്സോടെ ആ സഭയിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിൽ തന്നെ ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ വിഷയവുമായി ബന്ധമുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും ഇങ്ങനെയൊരു വിഷയമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ച് സഭയൊന്നായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ജയമെടുക്കുക പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സോളി എന്ന മകളെ അവരുടെ കുടുംബത്തെ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. കുടുംബോടെ ഇമ്പമുള്ളതായ ആ കുടുംബ ജീവിതത്തിൽ ശത്രു വിതച്ചിരിക്കുന്ന കളകളെ മറിച്ചുകളെ വാങ്ങുന്ന പരിശുദ്ധ ആത്മാവേ അവിടുന്ന് കരുണ കാണിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സന്തോഷത്തെ കളഞ്ഞ് സമാധാനത്തെ നശിപ്പിച്ച് ഹല്ലേലൂയ കർത്താവേ മക്കളെ കഷ്ടതയിലും കണ്ണുനീരിലും തള്ളിവിടുന്ന അഭ്യൂഷ്ടന്റെ പ്രവൃത്തികളെ ഹല്ലേലൂയ കർത്താവേ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ സഭയെ ഒന്നാകെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്തിലെ കുടുംബത്തെ വ്യക്തികളെ ഞങ്ങൾ ഉപദ്രവിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സമാധാനം കൊണ്ട് അവരുടെ ഭാവനത്തെ അവർക്ക് നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തതായ ഒരു വിഷയമുള്ളത് മോളി എന്ന സഹോദരിയുടെ പ്രോപ്പർട്ടി സംബന്ധമായ വസ്തു സംബന്ധമായ ചില വിഷയങ്ങളുണ്ട്. ആ സഹോദരിയുടെ പേര് വസ്തു എഴുതിക്കിട്ടാൻ മാറ്റപ്പെടാൻ വേണ്ടി ആ സഹോദരി ശരിയായിട്ട് അർഹതപ്പെട്ടതാണ്. പക്ഷെ അത് പേരിലാക്കാൻ ചില നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ അതിന് നിൽക്കുന്നു. അത്
അത് മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് സഭയുടെ എല്ലാവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. അത് നമുക്ക് എന്താകളെ വഴക്കം പ്രാർത്ഥിക്കാം. കാരണം പിതാവേ, ഈ മൂടിന് സൃഷ്ടിയുടെ വിഷയം കർത്താവെ ദിവസത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അത് അവരുടെ വസ്തുസംബന്ധമായ കർത്താവെ വിഷയം അതാ ഞങ്ങൾ അറിയുന്നത് സ്വർഗത്തിലെ അധ്യക്ഷൻ അറിയുന്നു. ആ വിഷയത്തിൽ നല്ല സഹോദരിക്ക് വേണ്ടി അവിടെ നീതി നടത്തിക്കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. മാനുഷികമായ നിയമങ്ങളെ കർത്താവെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് തന്നെ കർത്താവെ അത് നിയമപരമായി തന്നെ കർത്താവെ അത് ലഭിക്കാനുള്ള സ്വർഗത്തിലെ അധ്യക്ഷൻ അവിടെ കനിയണം പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങൾ സഭയെന്നതായ ഈ വിഷയത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതാ ഞങ്ങൾ പ്രാർത്ഥനയോട് കൈക്കൊള്ളിക്കുക. സ്തോത്രം യേശുനാമത്തിൽ തന്നെ. എന്ന സഹോദരി വർഷങ്ങളായി യാസ്ത്രരോഗത്താൽ ഭാരപ്പെടുന്നു. പൂർണ്ണവിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ മോളിസുനിൽ എന്ന സഹോദരിയെ അപ്പസകരങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ കർത്താവേ. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. അവരുടെ ശ്രദ്ധ വെച്ച് കേട്ട ഉത്തരമറിയുന്ന തിരുവചനം നിങ്ങൾ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ഈ സഹോദരിയെ ഹല്ലേലൂയ കർത്താവേ അവരുടെ വിഷയങ്ങളുടെ മേൽ അപ്പോൾ ഞങ്ങൾ ഒരു മനസ്സോടെ തിരുസന്നിധിയിൽ അവരുടെ വിഷയത്തെ സമർപ്പിക്കുന്നു കർത്താവേ. യഹോവ റാഫയാകുന്ന വചനം ഞങ്ങളോട് കൂടെ ആയിരിക്കയാൽ പരിശുദ്ധാത്മാവേ അവിടെ നീമാനുവേലായി ഞങ്ങളുടെ ഉള്ളത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവാകയാൽ ഹല്ലേലൂയ കർത്താവേ ആ തിരുവചനത്തിന്റെ ശക്തി യഹോവ റാഫയാകുന്ന വചനത്തിന്റെ ശക്തി അവരുടെ ആസ്തി സന്ധി മറ്റകളുടെ മേൽ മാംസപേശികളുടെ മേൽ അവരുടെ ആന്തരിക അവയവങ്ങളുടെ മേൽ ഹല്ലേലൂയ കർത്താവേ ആഴത്തിൽ അവിടുന്ന് സ്പർശിക്കുമാറാക്കണമേ. ഹല്ലേലൂയ വർഷങ്ങളായി അവളെ അലട്ടുന്ന ആ ഗ്യാസ്ട്രബിളെന്ന രോഗത്തിന്റെ ശക്തിയെ ഹല്ലേലൂയ കർത്താവേ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടിക്കളയുവാൻ നിൽക്കുമെന്നും ഞങ്ങളുടെ കാലങ്ങളിൽ അധികാരം തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ സഭയുണ്ടാകെ അതിനെ ചവിട്ടി പുറത്താക്കുകയാണ്. യേശുവിന്റെ നേട്ടത്തിൽ അവരുടെ അവയവങ്ങളെ മുദ്രയുള്ളമാകുന്നു. സൗഖ്യം വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്തദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്ര പേരുടെ പകൽ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ട്? ഒരു ലക്ഷം കൈകൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആലയത്തിൽ വരുമ്പോൾ സന്തോഷത്തോടായിരിക്കണം. മനസ്സ് പതനം പാടില്ല, മനസ്സ് ഇടറാൻ പാടില്ല. അസ്വസ്ഥതയുള്ള മനസ്സുമായിട്ട് ആലയത്തിൽ ഇരിക്കാൻ പാടില്ല. ഇത് പകൽ ദൈവത്തിന്റെ കൃപ അധികമായി നമ്മുടെ മേൽ ചൊരിയുന്നതിന് വേണ്ടി എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്താൽ അതിനെ തുറന്ന് സ്തോത്രം ചെയ്താൽ വാ തുറന്ന് സ്തോത്രം ചെയ്താൽ നമ്മെ കരുതിയ ദൈവത്തെ, നമ്മെ നടത്തിയ ദൈവത്തെ, നമ്മെ പരിപാലിച്ച ദൈവത്തെ, ഈ നിമിഷം വരെ അവന്റെ ഭുജബലത്താൽ താങ്ങിയ ദൈവത്തെ അല്പസമയം കരങ്ങളോട് ചേർത്തടിച്ചുള്ള ദൈവത്തിന്റെ സ്തോത്രം ചെയ്താൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് പകലിനകത്തുള്ളൂ. എല്ലാ അതിരുകളും തുറന്ന് നന്നായി പ്രവേശിച്ചത് സ്തോത്രം സ്തോത്രം യേശുവേ സ്തോത്രത്തിനെന്തു യോഗ്യതേ പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ സ്തോത്രത്തിനെന്തു യോഗ്യതേ പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ.
ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. എല്ലാവരും പറഞ്ഞു. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ. ആമേൻ. 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 സ്തോത്രം സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യനേ. സത്യനാമം പാടുന്നു. യേശു പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യനേ. സത്യനാമം പാടുന്നു. യേശു പരിശുദ്ധൻ. ഒന്നിച്ച്. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. You are holy. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. ഒരിക്കൽ കൂടെ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പരിശുദ്ധനായി ഇന്ന് പകൽ നമ്മുടെ സഭയിൽ എഴുന്നള്ളി വന്നതുകൊണ്ട് ആ കാര്യം കഴിച്ച് കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നത്. എത്രവർക്ക് കർത്താവ് നല്ലവനാണ്. യേശു എത്രവർക്ക് നല്ലവനാണ്. ഈ നാഴിക വരെ നന്മയല്ലാതെ ഒരു തിന്മയും എന്റെ കർത്താവ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളവര് മാത്രം ആ കയ്യൊത്തൊരു ഹല്ലേലൂയ പറഞ്ഞിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നാം അവിശ്വസ്തനായി തീരുമ്പോഴും ദൈവം വിശ്വസ്തനായി നമ്മുടെ കൂടെയുണ്ട്. ചേർന്ന് പാടി ആരാധിക്കാം. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദൈവം എന്നുള്ളത് കരമടിച്ചു ചേർന്ന് പാടി ആത്മാവിൽ ആരാധിക്കാം. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദൈവം എന്നുള്ളവൻ. ഓ യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദൈവം എന്നുള്ളവൻ. ദൈവത്തിൽ ഇരച്ചിപ്പായി സ്തുതി
Thank you, Jesus. ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം നമ്മെ ശേഷിപ്പിച്ചതുകൊണ്ട് കൈവച്ച് നല്ലൊരു പറഞ്ഞത് പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല, പുകഴാനൊന്നുമില്ല. ഇവിടെ വന്ന ഈ ആലയത്തിൽ വന്ന ഈ കസേരയിലൊന്നിരിക്കാൻ ഒരു യോഗ്യതയൊന്നുമില്ല. നമ്മൾ കുടുംബശ്രേഷ്ഠത കൊണ്ടിവിടെ വന്നിരിക്കുകയല്ല, പണത്തിന്റെ ബലം കൊണ്ടിരിക്കുകയല്ല. ദൈവം നമ്മോട് കാണിച്ച കരുണയാണ്. അത് ഓർക്കുമ്പോൾ വായടച്ചിരിക്കാൻ തോന്നത്തില്ല. അത് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. എത്ര ഭയങ്കരമായി ദൈവം നമ്മെ സൂക്ഷിക്കുകയാണ്, അത്ഭുതത്തോടെ ദൈവം നമ്മെ പരിപാലിക്കുകയാണ്. ആ കാര്യം ഒന്നറിയിച്ച നാമാവിന്റെ സ്തോത്രമാണ്. വഹിച്ചുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുന്നതിനായി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബിന്ദു സിസ്റ്റർ തുടർന്നുള്ള ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നത്. പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറ, സന്തോഷത്തോടെ വിഷമിക്കുന്നത് പറ. ദൈവസന്നിധി വന്ന മുഖംവാടി വിഷമിച്ചിരിക്കരുത്. കാരണം രാജാവിന്റെ മുമ്പിൽ വീഞ്ഞ് പകരുന്നത് ശ്രേഷ്ഠമാണ്. നെഹമ്യാ വീഞ്ഞ് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. അവന്റെ മുഖം അങ്ങനെ ഇരിക്കുകയാണ്, കറങ്ങൽ കുത്തിവല്ല, പിന്നെ വാടിയിരിക്കുകയാണ്. രാജാവ് ചോദിച്ചു, എന്തോ പറ്റി? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? ഒന്നും പറ്റിയില്ല. എന്തോ പറ്റി ചോദിച്ചു പറയുകയാണ്, രാജാവേ യേശുവിനെല്ലാം തകർന്നുപോയി, ആലയമെല്ലാം തകർന്നുപോയി, മതിലെല്ലാം ഇടിച്ചു കളഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഇന്ന് പകൽക്കാലം ദൈവത്തെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചുള്ള മുഖം നമ്മുടെ മനസ്സിനകത്ത് സന്തോഷമായി മാറണം. അല്ലാതെ ഇതിനകത്ത് വിഷമിച്ചിരിക്കരുത്. നീയും ദൈവം തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് അനുസരിച്ച് കൊണ്ട് കർത്താവിൽ ആരാധിക്കണം. എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി ആത്മാവിൽ ആരാധിക്കാം. ആരെയും ആരാധ്യം നീ, രാജാവി രാജാവ് നീ. Hallelujah.
ഇന്ന് പകലും നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവകൃപയ്ക്കാണ് ആ രണ്ട് കൈകളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നില്ല. യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകരുന്നുണ്ട്. നീ വന്നതുപോലെയല്ല, ഇരട്ടി അനുഗ്രഹത്തോട് ദൈവം തന്നെ പറഞ്ഞേക്കുക. നിന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ അവന്റെ മഹത്വം കാണാൻ പോവുകയാണ്. കല്ലറക്കകത്തിരിക്കുന്ന മൃതശരീരം 4 ദിവസമായി ചീഞ്ഞടുങ്ങിയിരിക്കുകയാണ്. ആ ശരീരം തുറന്നു കഴിഞ്ഞാൽ നാറ്റം വമിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, യേശു പറഞ്ഞിട്ടാണ് നീ കല്ല് നീക്കുന്നെങ്കിൽ ലാസറിന്റെ മൃതശരീരമല്ല, ലാസറിനെ ജീവനോട് കാണാൻ പോവുകയാണ്. ഇന്ന് പകൽ യേശുവിന്റെ ശക്തി മരിച്ച ശരീരത്തെ ജീവപ്പെടുത്തുമെങ്കിൽ ബലഹീനമായ ചില ശരീരം ഇന്ന് പകലിനകത്തുണ്ട്. അവരെ ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കുന്ന പകലാണ്. അസ്ഥിയോട് പോരാടുന്ന രോഗബന്ധനങ്ങൾ, ശരീരത്തോട് പോരാടുന്ന രോഗക്കെട്ടുകൾ ഈ സമയം വിടുതലിന്റെ സാന്നിധ്യത്തിനകത്ത് ഉൾപ്പെട്ടു നിൽക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഏതോ ഒരു രോഗം നിന്നെ കീഴ്പ്പെടുത്തുക, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു രോഗം കെട്ട് നിന്നെ കൊടുക്കുക. ഇതുപോലെ നിന്റെ പുറകിൽ നിൽക്കുന്ന രോഗബന്ധനങ്ങൾ കർത്താവ് ഇപ്പോൾ അഴിക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശക്തി ആരാധനയിൽ നോർത്ത് ഇന്ത്യയിലെ ചില ആളുകൾ വർഷത്തിൽ കേട്ടിട്ടുണ്ട്. അവരോട് കർത്താവ് നമുക്ക് സംസാരിക്കുകയാണ്. അത്ഭുതം നിന്റെ കുടുംബത്തിനകത്ത് വിശ്വസിക്കാൻ പകരം നീ ലൈവിലൂടെ നീ കണ്ടോണ്ടിരിക്കുമ്പോ നിന്റെ വീടിനകത്ത് അത്ഭുതം നടക്കാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എന്നെ കാണിക്കുന്നത് ഒരു കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നു. കർത്താവ് പറയുന്നു ആത്മഹത്യ അരുത്, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. നിന്റെ കുടുംബത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാൻ ഇന്ന് പകൽ നിന്റെ വീടിനകത്ത് സാമ്പത്തിക ഞെരുക്കങ്ങളെയോ മാറ്റാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുന്ന ഒന്നിച്ച് രാമ്യം പറഞ്ഞാണ് അനുപമയുടെ മോന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കുഞ്ഞിനെ സ്റ്റേജിൽ ഓടി വന്നിട്ട് ഓടി വന്നിട്ട് ഒരു മീറ്റിംഗിൽ ആ കുഞ്ഞിനെ കുറിച്ച് പരിശുദ്ധം ഓർപ്പിച്ചതാണ്. ആ കുഞ്ഞിന്റെ കൊണ്ടലിനകത്ത് എന്തോ ഒരു പ്രയാസം, കുണ്ടലിനകത്ത് എന്തോ ചില അസ്വസ്ഥതകൾ, കുണ്ടലിനകത്ത് എന്തോ അസ്വസ്ഥതകൾ. ഹോസ്പിറ്റലിൽ പോയിരുന്നു. എന്താണ് പറഞ്ഞത്? പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല,
ആക്റ്റീവാണെന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ രോഗം കാണുന്നില്ല. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്തതിനാണ് എന്താണ് സംഭവിച്ചത്? ദൈവം അവരെ വിജയിച്ചിട്ടുണ്ടാവുമ്പോൾ അതിന് മുമ്പ് എന്തായിരുന്നു സംഭവിച്ചത്? അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആ, വയറുവേദന, അതിന് പോകാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. വീട്ടിനകത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിച്ചത് വയറു വേദന, പല അസ്വസ്ഥതകളായിരുന്നു, കുഞ്ഞു നന്നാകത്തില്ലായിരുന്നു. പക്ഷെ ദൈവദിനത്തിന്റെ ശക്തമായ പ്രാർത്ഥന ദൈവം വിളിപ്പിച്ചു. बच्चे के लिए ये बोल रहे थे कि खाना खाने के टाइम में पेट में बहुत ज्यादा दर्द हो रहा था. लोग हॉस्पिटल गए थे, हॉस्पिटल में स्कैनिंग हुए थे. स्कैनिंग के बाद डॉक्टर ने ये बताया कि कुछ भी प्रॉब्लम नहीं है, बच्चे बहुत एक्टिव है, उनके शरीर में ऐसे कुछ भी बीमारी की कुछ सूचना नहीं दिखा रहा. ഈ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ और हम इस स्टेज में सारे सब अपन एक साथ खड़े होकर बच्चे के लिए अभी प्रार्थना करेंगे. ഇനി ആ ശരീരത്തിൽ രോഗബന്ധനം ഉണ്ടാകാതിരിക്കേണ്ടതിന് आज के बाद इस शरीर में कुछ रोग की ഒരു स्थिति ना അത്ഭുതം हो. ദൈവം ചെയ്യാൻ പ്രാർത്ഥിക്കാം. अभी परमेश्वर दिखाने वाला है. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാൽ सब लोग एक साथ ही बच्चे के लिए अभी प्रेयर करेंगे. സ്വർഗ്ഗത്തിലെ ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ स्वर्ग और भूमि के साथ में परमेश्वर के सामने ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर के सामने बच्चे के लिए प्रेयर करेंगे. അവരുടെ ജനനം മുതൽ അവരുടെ ശരീരത്തോട് ഉദരത്തോട് പോരാടിയ രോഗക്കെട്ടുകൾ ये बच्चे के लिए अभी शरीर में जो प्रतिसंधि हुई थी, ये प्रतिसंधि के लिए हम प्रार्थना करेंगे. അത്ഭുതം കർത്താവ് ചെയ്തതുകൊണ്ട് സ്തോത്രം. अद्भुत किया इसके लिए हम प्रार्थना ഇപ്പോൾ ഞങ്ങൾ ഈ കുടുംബത്തെ പ്രാർത്ഥിച്ചു വിടുകയാണ് കർത്താവേ. प्रार्थना करके ആരെയൊക്കെ സാക്ഷ്യം വഹിക്കുന്നതാണോ सबके सामने साक्षी होने के लिए ദൈവം ഈ കുടുംബത്തെ ഉപയോഗിക്കണമേ. परमेश्वर ये परिवार में कृपा करे. അത്ഭുതം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട് സ്തോത്രം. अद्भुत किए वाले के लिए स्तोत्र. യേശു നാമത്തിൽ തന്നെ के नाम से आमीन. വിശ്വസിക്കുക. ദൈവത്തിൽ അത്ഭുതം നടന്നിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ആ പദവിയിൽ കർത്താവ് നിങ്ങളെ നടത്താൻ പോവുകയാണ്. എപ്പോൾ ആത്മീയത്തിൽ നിങ്ങൾ പുറകോട്ട് വയ്ക്കുമോ അപ്പോൾ അസ്വസ്ഥതകൾ കുഞ്ഞിനെ തൊടും. മറ്റൊന്നുമല്ല, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് പകൽ ദൈവം അത്ഭുതം ചെയ്ത് വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ആ കയറൊന്നും അടിച്ചോണ്ട് ദൈവം സ്തോത്രം ചെയ്യുന്നുണ്ട്. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. യേശു വലിയവനെന്ന് ഓർക്കെന്ന് പറഞ്ഞാട്ട് ശബ്ദം കേട്ടില്ലല്ലോ, ഇവിടെ കേൾക്കുന്നില്ല. രണ്ട് പ്രാവശ്യം പറഞ്ഞത് ഒരിക്കൽ കൂടെ എത്ര ദേശം വലിയവനെന്ന് പറയുന്നു അത്രത്തോളം ദൈവത്തിന്റെ വലിയവനാക്കാൻ പോവുകയാണ്. ആ കണ്ണുകളൊന്നും അടച്ചു വെച്ചുകൊണ്ട് സന്തോഷത്തോടെ കൈയൊത്ത് ഹല്ലേലൂയ പറഞ്ഞത് 66-ാം സങ്കീർത്തനം വാക്യമായി പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. 66-ാം സങ്കീർത്തനം വാക്യമായി പാടി ദൈവത്തെ ആരാധിക്കണം. സർവഭൂമി മയുള്ള ദൈവത്തിന് ഘോഷിപ്പീൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലിപ്പത്ത ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ദൈവത്തോട്
വന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ നോക്കുകയും അവൻ മനുഷ്യപുത്രമാണെന്റെ ദൈവത്തിൽ ഭയങ്കരൻ. അവന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുത്. അവൻ നമ്മെ ജീവനോട് കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ടും നിന്റെ ആലയത്തിലേക്ക് വരും. എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ ആട്ടുകുറ്റന്മാരുടെ സർവ്വവികാസനോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാലകളിൽ കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. ഞാൻ എന്റെ വായു കൊണ്ട് അവനോട് നിലവിളിച്ചു. എന്റെ നാവിന്മേൽ അവന്റെ പുകഴ്ച ഉണ്ടായിരുന്നു. അടുത്ത് വാങ്ങി ചേർന്ന് വായിക്കുകയാണ്. നമ്മുടെ കരങ്ങളുയർത്തി ദൈവത്തിൽ നമ്മയോട് സ്തോത്രം ചെയ്യുക. നമുക്ക് സ്തോത്രം ചെയ്യുക. അവരുടെ പാപത്തിൽ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുക. അവരുടെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തോത്രം ചെയ്യുക. തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. വെള്ളത്തിൽ ഇരച്ചി പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. വീണ വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. പെരുവെള്ളത്തിൽ ഇരച്ചി പോലെ ആകാശത്തിൽ ഞാൻ വീണ്ടും കേട്ടത്. ആഹാരം എന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വസ്ത്രം എന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാക്കുവാൻ ഭവനം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ടത് സഭ തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ നമ്മുടെ നടുവിൽ യേശു എഴുന്നള്ളി വന്നതുകൊണ്ട് കരമുയർത്തി പറഞ്ഞത് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നതിന് വൈദ്യുതി നിശബ്ദമായി ദൈവത്തെ കാത്തുനിൽക്കുക. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വലിയ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കുക ചെയ്യുന്നത്. ഭാരപ്പെട്ട മനസ്സ് തളർന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ നീ ഭാരപ്പെടുമ്പോൾ പുറകിൽ എന്റെ ശബ്ദം ഞാൻ കേൾപ്പിക്കും. ഞാൻ എന്റെ കൂടെ നടന്ന എനിക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ എന്റെ ജനത്തെ കൈവിടുന്ന ദൈവമല്ല. എന്റെ ജനത്തിന്റെ മുന്നേറ്റത്തെ ഞാൻ ഒരുക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനകൾ എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കും. സന്തോഷത്തോടെ കൈകത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ടു ദിവസമായിട്ട് വളരെ പനിയായിട്ട് ഞാൻ ഭാരപ്പെടുകയായിരുന്നു. ഏറ്റവും വലിയ വിഷയം ചുമയായിരുന്നു. ചുമയ്ക്കുമ്പോൾ സൗണ്ട് കുറഞ്ഞു പോയി. चौकीबोर्ड शब्द अलग-अलग मिल रहे हैं। दो दिन से कफ हो रहा था तो इसलिए थोड़ा प्रॉब्लम हो रहा था। जब सब लोग टीवी पर चौकीचार ने शरीर को विश्वास किया। अगर ये स्पीच के बीच में अगर खांसी हो रहा है तो आप मुझे माफ करिए। നല്ല ശക്തമായ ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. बॉडी पेन सब हो रहा था 2 दिन से। ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഇത്രത്തോളം സൗഖ്യം ഇത് നമുക്ക് കണ്ടെത്താം. लेकिन परमेश्वर ने मैंने प्रार्थना किया तो अभी थोड़ा चंगाई मिला है। ഈ പകൽ ഹോളിൽ എത്തി വ്യാപരിച്ച ദൈവശക്തിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. आज के दिन हॉल में जो हुआ देवशक्ति को मैं भी हाथ उठाता हूं। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. प्रार्थना के साथ अभी भी परमेश्वर के सामने നോർത്ത് ഇന്ത്യയിലെ ചില ആളുകൾ വിളിച്ച് അവർ നമ്മുടെ ലാംഗ്വേജ് കേൾക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മലയാളം ഒന്നും പിടികിട്ടുന്നില്ല. नॉर्थ इंडिया में थोड़े लोग हैं उनको हमारे लाइव देख रहे हैं तो उनको मलयालम उतना समझ में नहीं आ रहा है। അതുകൊണ്ട് ഇന്ന് ഹിന്ദിയിലൂടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. इसलिए आज हिंदी में ट्रांसलेशन हो रहा है। രണ്ട് ഗുണമുണ്ട്. दो രണ്ട് बेनिफिट ഗുണമുണ്ട്. है। दो बेनिफिट है। ഒന്ന് എനിക്ക് ചെറിയ റെസ്റ്റ് കിട്ടും. एक
पास्टर को थोड़ा रेस्ट मिलेगा। രണ്ട്, ലൈവിലൂടെ ഹിന്ദി കേൾക്കുന്നവർക്ക് പ്രസംഗം മനസ്സിലാവും. सेकंड जो बेनिफिट है वो लाइव में जो देखने वाले लोग को समझ में आ जाता है। നമ്മുടെ ചർച്ച ലൈവ് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ സൺഡേ കയറുന്നുണ്ട്. अपने लाइव देखने के लिए बहुत सारे लोग संडे में अपने लाइव देखते हैं। പല ആളുകളും ലൈവിൽ വിളിച്ച് സംസാരിക്കുന്ന പ്രാർത്ഥന വിഷയം ആവശ്യപ്പെടാറുണ്ട്. बहुत सारे लोग प्रेयर रिक्वेस्ट भी बोलते हैं। പക്ഷെ ഇന്ന് പകൽ അവർക്കുള്ള ദൂത് ദൈവം തരാൻ പോവുകയാണ്. इनके लिए आज बोल रहे हैं। ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ आज की जो बोला हुआ सैम्स में 16ാമത്തെ വാക്യം, 16 वर्ड्स, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പി. ഇന്ന് ദൈവം ചെയ്യാൻ പോകുന്ന ഒരു വലിയ കാര്യമാണ്. आज के दिन परमेश्वर जो करने वाले बहुत सारे बड़ा एक काम है। ദൈവം എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാൻ പോവുകയാണ്. परमेश्वर जो मेरे प्राण के लिए कर रहे हैं वो मैं भी बोलने वाला है। എന്താണ് പ്രാണന് വേണ്ടി ചെയ്തത്? क्या प्राण के लिए परमेश्वर क्या कर रहा है? സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ सैम्स में हम बोला है, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും मेरे आंखों को आंसू से, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും मेरे पैर को गिरने से, എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. मेरे प्राण को डेथ से बचा रहा है। മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു കരം ഇന്ന് മകളിനകത്തുണ്ട്. डेथ से जो बचाने वाले हाथ अभी अपने सामने ഞാൻ है। വെറുതെ പറയുന്നതല്ല. मैं ऐसे फालतू बात नहीं बोल ഒരു रही हूँ। വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. एक व्यक्ति को परमेश्वर मुझे दिखा रहा है। പുറകിൽ 3 മാസമായി ഒരു നെഴല് പോലെ മരണത്തിന്റെ ഭാഷകൾ കെട്ടുനിൽക്കുകയാണ്. वो व्यक्ति में बहुत सारे पैशाचिक प्रतिसंधि उनकी जीवन में चल रहे 3-4 महीने से। ആ ബന്ധനത്തെ കർത്താവിന്റെ മുകളിൽ അഴിക്കാൻ വേണ്ടി പോവുകയാണ്. उसको परमेश्वर अभी चंगाई देने वाला है। നിങ്ങൾ അത് കാണുന്നില്ല. वो हम भी नहीं देख रहे പക്ഷെ हैं। നിന്റെ വീടിനകത്ത് ആ മരണം വരെ തക്കവണ്ണോ, लेकिन उनके परिवार में वो नहीं है, നിന്റെ വീട്ടിൽ ആ കരച്ചിൽ വരെ തക്കവണ്ണോ, उनके परिवार में आंसू നിന്റെ വീട്ടിൽ അസ്വസ്ഥത വരെ തക്കവണ്ണോ, उनके परिवार में अस्वस्थ होने के നിന്റെ लिए, വീട്ടിൽ വിവാഹകാലം പാടത്തക്കവണ്ണോ, उनके परिवार में अस्वस्थ होने के लिए ദുഷ്ടൻ ഒരുക്കിയ അമ്പുകളെ വിൽപ്പന ദൈവം തകർക്കുകയാണ്. ഏറ്റവും സമ്മാനം ദൈവത്തെ ആവശ്യമാണ്. മരണത്തിന്റെ ഭീതി, डेथ की जो डर है, മരണത്തിന്റെ ഭയം, डेथ की जो डर है, മരണഭീതിയുള്ളവർ, डेथ की डर, മരിച്ചു പോകുമെന്നുള്ള ഭയമുള്ളവർ डेथ की जो डर है, ഇന്ന് ഇതിനകത്തിരിപ്പുണ്ട്. आज अपने साथ में बैठे അത് हैं। ദൈവികമല്ല, वो दैविक नहीं है, അത് പൈശാചികമാണ്. वो पैशाचिक है। ഇന്നു പകൽ ആ ഭയത്തെ ദൈവം എടുത്തു മാറ്റാൻ आज പോവുകയാണ്. के दिन उसको हम बता रहे हैं। കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം. പ്രാണന് വേണ്ടി ചെയ്തത് प्राण के लिए जो कर ഞാൻ रहे हैं വിവരിക്കാൻ പോവുകയാണ്. मैं एक्सप्लेन करने जा रहा हूँ। ഉൽപ്പത്തി പുസ്തകം उत्पत्ति पुस्तक 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. Genesis chapter 15 verse 20. 50 verses 2. 50-ന്റെ 20 വായിക്കാം. ഇന്നത്തെ ദൂത് ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ചില ആളുകൾ कुछ लोग എന്റെ നേരെ ദോഷം വിചാരിച്ചു. मेरे ऊपर दोष कर रहे നീ हैं। അറിയുന്നില്ല, നിനക്കെതിരെ ദോഷം വിചാരിക്കുന്നവരുണ്ട്. हमको पता नहीं चलेगा, लेकिन कुछ लोग अपने साथ वाले, कुछ लोग अपने लिए दोष करने जा നീ रहे हैं। ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല. लेकिन हम अब किसी को दोष नहीं किया ഒരു है। വാക്കുകൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ട് പോലും നീ ഒരു ദോഷം ചെയ്തിട്ടില്ല. हमने किसी को एक दोष नहीं किया है, പക്ഷെ നിനക്ക് ദോഷം വിചാരിക്കുന്നവരുണ്ട്. लेकिन अपने लिए दोष जो दोष करने പക്ഷെ वाले ദൈവം അത് അനുകൂലമാക്കി മാറ്റാൻ പോവുകയാണ്. परमेश्वर उसको हटाने वाला ആ है। വാക്യം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. एक और बार उसको हम सोचेंगे। നിങ്ങൾ എനിക്ക് ദോഷം വിവരിച്ചു. हमने അതൊന്നിടാമോ? അതൊന്നിട്ടാണ് വാക്യം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. मेरे लिए दोष किया है, ദൈവമോ लेकिन परमेश्वर ഇന്നുള്ളതുപോലെ आज जैसे ബഹുജനത്തിന് ജീവരക്ഷ വരുത്തുന്നതിന് अपने रक्षे के लिए അതിനെ ഗുണമാക്കി മാറ്റി. उसको हटा दिया है। മനസ്സിലായില്ല? ശത്രു ദോഷത്തിന് ചെയ്തത് शत्रु जो दोष के लिए सोचा है, ദൈവം അത് ഗുണമാക്കി മാറ്റാൻ പോവുകയാണ്. उसको हटा ഏറ്റവും പ്രാർത്ഥിച്ചോ, ഒരു ദൂതൻ ഇതിനകത്ത് കത്തി വരുന്നു.
ശത്രു ദോഷത്തിന് ചെയ്തത് ദൈവം നന്മയ്ക്കായി മാറ്റാൻ പോവുകയാണ്. दोष के लिए सोचा वो परमेश्वर महिमाओं में कर रहा है। നീ അറിയാതെ നിനക്കെതിരെ ദോഷം ചെയ്യുന്നതിന് മുമ്പിൽ अपने बिना कुछ लोग ദൈവം നന്മയാക്കി മാറ്റാൻ പോകും. ऊपर वालों से महिमा അത് വിശ്വസിക്കുന്നവർക്ക് കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്താൽ ഇത് ജോസഫിന്റെ വാക്കുകളാണ്. ये जोसेफ की जो वर्ड्स हैं, ജോസഫിനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? जोसेफ को सब लोग जानते हैं, ജോസഫിനെ എല്ലാവർക്കും അറിയാം. सब लोग जानते हैं जोसेफ को। അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകൻ യോസേഫ്. अब्राहम के पुत्र इसहाक के पुत्र याकूब के पुत्र जोसेफ। ജോസഫ് വീട്ടിലെ ഇളയ പുത്രനാണ്. जोसेफ सबसे छोटे बच्चे हैं। അപ്പൻ അവന് ഒത്തിരി ഇഷ്ടമാണ്. पापा को जोसेफ बहुत पसंद है, പക്ഷെ ആ വീടിനകത്ത് അസൂയ ഉണ്ടാക്കി. लेकिन वो घर पे बाकी सबको മക്കളെ ദൈവം രണ്ടോ മൂന്നോ തന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒരുപോലെ സ്നേഹിക്കണം, बच्चे को हम एक साथ प्यार करेंगे, ഒരുപോലെ സ്നേഹിക്കണം. एक ही साथ प्यार करेंगे। 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേരെ ഒരുപോലെ സ്നേഹിക്കണം. 3 बच्चे हैं तो तीनों को एक जैसे प्यार करना, 2 പേരുടെ 2 പേരെ ഒരുപോലെ സ്നേഹിക്കണം. 2 बच्चे हैं तो दोनों को एक साथ प्यार करना। പക്ഷേ സ്നേഹത്തിന്റെ അടയാളമായിട്ട് ഒരു നിലയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. लेकिन स्नेह के रूप के लिए ഉടുപ്പ് ഒരു നല്ല നിലയിൽ. एक ड्रेस उनको खरीद के दिया है। ജോസഫ് ആ ഉടുപ്പിട്ടുകൊണ്ട് വീട്ടിനകത്തൂടെ നടക്കുകയാണ്. जोसेफ वो ड्रेस पहन के घर पे चल रहा था, അത് സഹോദരന്മാർക്ക് അസൂയോമായി. लेकिन उनकी सिबलिंग्स को वो अच्छा नहीं लगा। ഞാൻ തൂന്നു തരാം, मैं भी दूध बोल ശ്രേഷ്ഠമേറിയ വസ്ത്രങ്ങൾ ദൈവം നമുക്ക് തരാൻ പോവുകയാണ്. ऊपर वाले श्रेष्ठ वस्त्र हमें देने वाला അത് है। കാണുമ്പോൾ ചിലർ അസൂയപ്പെടട്ടെ. वो देख के कुछ लोगों को अच्छा नहीं പക്ഷെ നീ लगेगा, അവരെ കുട്ടിക്കൂടെ നടക്കണം. लेकिन परमेश्वर वो अपने लिए करना के लिए कर रहा है। ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് and he made him a coat of many colors. വളരെ വിദഗ്ധമായ രീതിയിൽ വളരെ കളറ് കൊണ്ട് ഉണ്ടാക്കിയ ഉടുപ്പാണ് ജോസഫിന് കിട്ടിയത്. अच्छे रंग वाले वस्त्र में तुझे भी देने वाला है, നമ്മുടെ ഭാഷ പറഞ്ഞ തിളങ്ങുന്ന ഉടുപ്പാണ്. एक अच्छे रेड कलर। പക്ഷെ ആ ചെറുക്കൻ ഇട്ടപ്പോ മുതൽ ഊരുന്നില്ല. जोसेफ उस पहनने के बाद उसको नहीं निकाल മൂത്ത रहे। ആള് രൂപന്റെ അടുക്ക ചെന്ന് ചോദിച്ചു, ചച്ചാ ഈ ഉടുപ്പ് എങ്ങനെയുണ്ട്? बड़े वाले भैया के सामने जाके वो पूछ रहे थे कि कैसा है। രൂപൻ അവന്റെ മുഖത്തൊരു തട്ട് കൊടുത്തു. वो उसके मुंह पे मारा। എല്ലാ സഹോദരന്മാരുടെ അടുക്കലും ഈ ഉടുപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. सारे सिबलिंग के पास जाके पूछ रहे थे कि मेरा ड्रेस कैसा है। അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? उसके बाद क्या हुआ था, അവനോട് ദോഷം തോന്നി. उसके ऊपर उसको अच्छा नहीं लगा था। ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം. मैं अभी परमेश्वर की आत्मा में बोल रहे हैं। മത്തായി 10:36 വായിക്കുന്നു. मैथ्यू चैप्टर 10 36. മത്തായി 10:36 മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാണ്. നിന്റെ ശത്രു നാട്ടുകാരല്ല, നിന്റെ ശത്രു നിന്റെ വീട്ടുകാരാണ്. अपने जो शत्रु लोग हैं ആ वो ദൂത് മനസ്സിലായവർക്ക് സ്വന്തം പറഞ്ഞാണ്. നിന്റെ വീട്ടുകാരാണ് ഇപ്പൊ നിനക്കെതിരായി നിൽക്കുന്നത്. घर वाले ही अपने लिए अलग दिखा, നിന്റെ കയ്യടിയും പ്രാർത്ഥനയും നിന്റെ ആരാധനയും അത്ര സുഖിക്കുന്നില്ലെന്നേ. अपने प्रार्थना कुछ लोग अपने घर वाले के लिए अच्छा नहीं लग रहा, അവർ മുഖം വീർപ്പിച്ചിരിക്കട്ടെ. उनको गुस्सा हो रहा है। പക്ഷെ നീ അവരുടെ മുമ്പിലൂടെ നടക്കാൻ പോവുകയാണ്. प्रार्थना करेंगे, ഈ ഉടുപ്പ് നീ സൂക്ഷിച്ചോ. ये जो ड्रेस है वो अब उसको संभालो, ഇത് വില കൊടുക്കേണ്ട വസ്ത്രമാണ്. वो मेरा वस्त्र ഇത് രക്ഷയുടെ വസ്ത്രമാണ്. ഇത് പറിച്ചുകളയാൻ ഞാൻ അനുവദിക്കുന്നില്ല. ഈ ഉടുപ്പിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും നീ നിന്നാണ്. अगर ये ड्रेस के लिए अपने जीवन भी देना है तो भी जीवन देना है। അതുകൊണ്ട് സംഭവിച്ചെന്താണെന്നറിയാമോ? उसके बाद क्या हुआ था, അവർക്ക് അതിനോട് അസൂയ തോന്നി. उनको जोसेफ के सामने वो अच्छा नहीं लगा था। ഉൽപ്പത്തി 37:4 जेनेसिस 34 പെട്ടെന്ന് വായിക്കാമോ? 37-4 അപ്പൻ തങ്ങളെ എല്ലാവരെക്കാൾ അവനെ അധികം സ്നേഹിക്കുന്നു. കണ്ടിട്ട് അവൻ എന്ത് ചെയ്തു? ഉറക്കെ പറഞ്ഞത് പകയ്ക്കുന്നവർ പകയ്ക്കട്ടെ. ഈ ഉടുപ്പിട്ടോണ്ട് നീ അവരുടെ മുമ്പിലൂടെ നടക്കാൻ പോവുകയാണ്. എനിക്കറിയാം ഈ ദൂത് ഭയങ്കരമായിട്ട് ഇവിടെ പ്രകാശിക്കുന്നു. ആ ഉടുപ്പിട്ടോണ്ട് അവരുടെ മുമ്പിലൂടെ നടക്കണം. परमेश्वर जो ड्रेस दिया है वो पहन के उनके सामने चला है। നീ വീണ്ടും ശോഭിക്കാൻ പോവുകയാണ്. നീ വീണ്ടും വർദ്ധിക്കാൻ പോവുകയാണ്. प्रसन्न होने वाला ഈ ഉടുപ്പിന്റെ
മാറ്റി നിർത്തട്ടെ. जो अपन को हटा रहे उनको जाने दो, ചവിട്ടി താഴ്ത്തുന്നത് ചവിട്ടി താഴ്ത്തട്ടെ. नीचा करने वाला है उनको करने दो, എന്ന് നീ അവരുടെ നടുവിലൂടെ നടക്കാൻ പോവുകയാണ്. बीच में खड़े होने वाला है। ഇവിടെ ഒരാളോട് ദൈവം ശക്തമായി പറയുകയാണ്. अभी किसी को परमेश्वर भी बोल रहे हैं, ആ അഭിഷേകത്തിന്റെ ഉടുപ്പ് നിന്റെ മേലുണ്ടെങ്കിൽ, अभिषेक की जो ड्रेस है वो अपने शरीर में ले लो, രക്ഷയുടെ ഉടുപ്പ് നിനക്കുണ്ടെങ്കിൽ अभिषेक की जो ड्रेस अपने शरीर में ले लो, ആർക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. किसी को हमें कुछ नहीं कर सकते। ഒന്ന് അവനെ പകച്ചു. सब लोग उनको രണ്ട് അടുത്ത വാക്യത്തിൽ അവനോട് 57:4 തന്നെ അവനോട് സമാധാനമായി സംസാരിക്കാൻ എന്ന് പറഞ്ഞ എന്താ? എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു തുടങ്ങുന്നത് സ്നേഹത്തോടാണെങ്കിലും അവസാനിക്കുന്നതിനായിരിക്കും. ചില വീടിനകത്തിങ്ങനുണ്ട്, സ്നേഹത്തോട് പറഞ്ഞു തുടങ്ങുന്നതാണ്. कुछ घर पे ऐसा है कि अच्छे से बात करेंगे लेकिन वो बात लास्ट में प्रॉब्लम हो ഒന്ന് जाता है। ശ്രദ്ധിച്ചോണേ, सब देखें, സ്നേഹത്തോട് സംസാരിച്ചു തുടങ്ങുന്ന പലരും प्यार में सब कुछ बात करेंगे, വഴക്കിലാ തീരുന്നത്. लड़ाई में सब खत्म हो അത് जाता है। കഴിയുമ്പോൾ തോന്നി ഇതൊന്നും പറയണ്ടായിരുന്നു. बाद में लगता है कि कुछ बोलने की നമ്മളെ जरूरत नहीं। നമ്മളെ ആളുകൾ ഇത് ന്യായപ്രമാണം പഴയതിമ വായിച്ചിട്ടാണ് എഴുന്നേറ്റത്. कुछ लोग पूछते हैं कि ओल्ड टेस्टामेंट रीड അത് करके आए, പഴയതിനകത്ത് മുഴുവൻ അടിയും വെട്ടും കുത്തുമൊക്കെയാണ്. ओल्ड टेस्टामेंट में पूरा लड़ाई झगड़ा सब कुछ है। പുതിയ നിയമത്തിൽ മുഴുവൻ കൃപയാണ്. न्यू टेस्टामेंट में कृपा है सब। കൃപ ഇന്ന് ബൈബിളിനകത്ത് വെളിപ്പെട്ട് നിൽക്കുകയാണ്. कृपा आज अपनी चर्च में അതുകൊണ്ട് അവനോട് പകച്ചു. അവനോട് സമാധാനമായിട്ട് എന്ത് ചെയ്യുന്നില്ല. ആരെങ്കിലും നിന്നോട് സമാധാനപരമായിട്ട് ഇടപെടാതിരിക്കുന്നുണ്ടെങ്കിൽ अगर कोई अपने अपने सामने समाधान रूप से बात नहीं कर रहा है ഒന്ന് ശ്രദ്ധിച്ചാല് तो आप ध्यान रखिए, ഈ ഉടുപ്പിന്റെ പേരില്ല. ये वस्त्र के लिए है। മനസ്സിലായില്ല? ഈ ഉടുപ്പിന്റെ പേരിലാണ് നിങ്ങൾ അസ്വസ്ഥത കാണിക്കുന്നത്. ये जो ऊपर वाले जो ड्रेस हमने ये दिया है वो ड्रेस के लिए वो लोग ഈ ഉടുപ്പ് നീ ഊരി മാറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ अगर ये ड्रेस निकाल के रखे तो ഓ അപ്പുറത്തെ വീട്ടുകാരുടെ സ്നേഹം ഭയങ്കരമായിരിക്കും. दूसरे लोग को ये अच्छा नहीं कि जो ऊपर वाले ने अपने लिए जो ड्रेस दिया है उसको हटा देते ചില हैं। ആളുകൾ പറയും അപ്പുറത്തെ ആളുകളൊന്നും മിണ്ടുന്നില്ല, ഇപ്പുറത്തെ ആളുകൾ മിണ്ടുന്നില്ല, ഞാൻ പെന്തക്കോസ്ത് മതത്തിന്റെ പേരിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. कुछ लोग बोलते हैं ये लोग मुझसे बात नहीं कर रहे हैं, मेरे परिवार मुझे बात नहीं कर रहे हैं, मैं पेंटिकोस्ट सभा में ज्वाइन किया उसके बाद कोई मेरे से बात नहीं कर रहे हैं। ഇത് വിട്ട് നീ ഒന്ന് പോകാമെങ്കിൽ अगर इसको छोड़ के अगर हम जाए അവർക്കെല്ലാം അവരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. तो सब हमसे बात करेंगे। പക്ഷേ ഇന്ന് പകൽ ആത്മാവിൽ പറയാം, लेकिन मैं अभी आत्मा में बोलती हूँ ഇതാണ് നിന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. अपने जीवन की जो है പരിശുദ്ധമ്മ ഇടപെടുന്നു. परिशुद्ध आत्मा बोल रहे हैं, സിസ്റ്റർ പറയുന്ന സിസ്റ്റർ കഥ പറയുന്നത് परमेश्वर बोल रहे हैं ചില പ്രതിയോഗികളെ ദൈവം അനുകൂലമാക്കി മാറ്റാൻ പോവുകയാണ്. दुष्ट शक्ति को परमेश्वर अनुयोग करने वाला है। പിണങ്ങി നിൽക്കുന്ന ചില ആളുകള്, कुछ लोग आपको छोड़ के हटा रहे हैं, അകന്നു നിൽക്കുന്ന ചില ആളുകള് कुछ लोग आपको आपसे दूर हो रहे हैं। നിന്നെ കണ്ട് ഭയപ്പെട്ടു പോകത്തക്കവണ്ണം ഇന്നത്തെ ആരാധനയിൽ ഒരു കൃപയുടെ കാര്യം വരാൻ പോവുകയാണ്. कृपा मिलने वाला है। മനുഷ്യൻ ദോഷത്തിന് ചെയ്യുന്നത് ദൈവങ്ങൾക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ പോവുകയാണ്. दोष के आपके लिए किया है वो परमेश्वर गणना के लिए ചില करेगा। ആളുകൾ നിനക്ക് ദോഷമായി പ്രവർത്തിക്കുന്നുണ്ട്. कुछ लोग आपके अगेंस्ट दोष करेंगे പക്ഷേ നീ ശ്രദ്ധിക്കണ്ട, लेकिन आप खुद को നീ അവരുടെ മുമ്പിലൂടെ ഉടുപ്പിട്ടോണ്ടാണോ उनके सामने जो परमेश्वर जो वस्त्र दिया है वो पेट में खड़ा हुआ है। അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. उनको एक ही एम है, നിന്റെ ഈ ഉടുപ്പ് എങ്ങനെയെങ്കിലും കീഴിക്കളയണം. आपके लिए आपको जो ड्रेस दिया है उसको ഒരു തൂക്കി കർത്താവ് തരുന്നു. एक दूध अभी परमेश्वर ഉറച്ചു നിന്നോണം. खड़े होना है। 28 ദിവസത്തിനകം 28 days के നിന്റെ अंदर ഭവനത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. परिवार में एक अद्भुत होने वाला ചില है। ആളുകളുമായി നീ ഇണങ്ങാൻ പോവുകയാണ്. कुछ लोग के साथ आपके अच्छे साधन होने वाला है। നന്മയ്ക്ക് ദൈവം ഒരു അടയാളം നിനക്ക് തരാൻ പോവുകയാണ്. परमेश्वर एक करने वाला അത് है। വിശ്വസിക്കുന്ന ഒന്നിച്ച് രാമി പറഞ്ഞോട്ടെ. विश्वास रखिए। നിങ്ങൾ ദോഷത്തിന് ചെയ്തത് ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി. कुछ लोग दोष के लिए जो सोचा है वो परमेश्वर गणना के लिए करने ഇനി वाला है। ജോസഫിന്റെ ഒരു കാര്യം കൂടെ പറയാം. जोसेफ की एक और बात मैं भी बोलने वाला हूँ। 37 അധ്യായത്തിന്റെ 5 മുതൽ നിർത്തി നിങ്ങൾ വായിക്കണം. നിങ്ങൾ സ്ക്രീനിൽ നോക്കണം.
75. ആ 37:5 മുതൽ. ആ അടുത്തത് ഇവൻ സ്വപ്നം കാണുന്നവനാണ്. जोसेफ सपना देखते हैं। നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പകയ്ക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ജോസഫ് സ്വപ്നം കാണുന്നവനാണ്. कुछ लोग हमारे दोष सोचते हैं, लेकिन जोसेफ जो है सपना देखता है। നിങ്ങൾ സ്വപ്നം കാണുന്നവരാണോ? आप लोग सपना देखते हैं? തകർച്ച സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് തകർച്ച സംഭവിക്കും. अगर आप गिरने वाले सपना देखते हैं तो आप गिर जाएंगे। ഉയർച്ച സ്വപ്നം കണ്ടാൽ നിങ്ങൾ ഉയരത്തിലെത്തും. अगर आप खड़े होने के सपना देखते हैं तो आप खड़े हो जाएंगे। നിങ്ങൾ ഏത് സ്വപ്നമാണ് കാണുന്നത്? आप कौन से तरीके से सपना देखते हैं? കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണോ നിങ്ങൾ കാണുന്നത്? आप अनुग्रह में सपना देखते हो? എങ്കിൽ നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. अगर है तो आपको जरूर अनुग्रह मिलेगा। കർത്താവ് ഒരു ദൂത് തരുന്നു. परमेश्वर अभी दूध ഇന്നു മുതൽ ഇതിനകത്തിരിക്കുന്ന ചിലർ സ്വപ്നം കാണാൻ വേണ്ടി പോവുകയാണ്. आज के दिन से लोग सब एक सपना देखते हैं। ഏതൊക്കെ ആഗ്രഹമുണ്ട് സ്വപ്നം ഇരിക്കുന്ന കാരണമെന്ന്? किसको पसंद है सपना देखना? തകർച്ചയുടെ സ്വപ്നമല്ല, गिरने का सपना नहीं, ഉയർച്ചയുടെ സ്വപ്നം കാണാൻ പോവുകയാണ്. खड़े होने का सपना देखने जा रहे हैं। പരാജയത്തിന്റെ സ്വപ്നമല്ല, नीचे गिरने की सपना नहीं, രോഗമൊന്നും മരിച്ചു പോകുന്ന സ്വപ്നമല്ല, रॉक की सपना नहीं, ക്യാൻസർ വരുന്ന സ്വപ്നമല്ല. कैंसर का सपना नहीं। ആരോഗ്യം ഭയപ്പെടുത്തിയിട്ടുണ്ട്. कोई हमें डरा है, ഇത് ക്യാൻസർ ആണോ എന്നൊരു സംശയമുണ്ട്. ये कैंसर है क्या सोच പക്ഷെ रहे हैं? ഇന്നുമാണ് ഞാൻ പറയുന്നത്, लेकिन अभी आज के दिन में बोल रहा നിന്റെ हूँ, ജീവിതത്തിലെയോ അത്ഭുതത്തിന്റെ സ്വപ്നം തരാൻ പോവുകയാണ്. आपके परिवार में, आपके जीवन में परमेश्वर अद्भुत करने वाला നിങ്ങൾ है। സ്വപ്നം കാണണം. आप सपना देखिए। സഭയിൽ ആളുകൾ തിങ്ങി കൂടുന്ന സ്വപ്നം കാണണം. अपने चर्च में बहुत सारे लोग आएंगे, ऐसे सोच के सपना देखिए। ഒരു കൊച്ചൻ സ്കൂളിൽ പഠിച്ചു 4-3-7. एक बच्चा स्कूल में पढ़ा 4+3 7। വേറെ ടീച്ചർ പഠിച്ചു 3-4-7. 3-4-7. 3+4 7 है। 4-3-7 പഠിപ്പിച്ചു. അമ്മയുടെ അടുത്ത് ചെന്ന് പറയാം, അമ്മ ഞാൻ ഇനി സ്കൂളിൽ പോകില്ല. मम्मी के पास जाके वो बोल रहे हैं, मम्मी आज के बाद मैं स्कूल नहीं जा रहा। ഒരു ടീച്ചർ പറഞ്ഞു 4-3-7. एक टीचर ने बोला 4+3 है 7। വേറൊരു ടീച്ചർ പഠിപ്പിച്ചു 3-4-7. दूसरे टीचर ने पढ़ाया 3+4 है 7। അവൻ ആകെ കൺഫ്യൂഷൻ ആയി പോയി. उसको बहुत कंफ्यूजन हो गया। അമ്മ പറഞ്ഞു കൊടുത്തു, मम्मी ने उसको सिखाया 3-7 മോനെ, 4+3 7 है, 3-4-7. 3+4 भी 7 है। അവൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. उसको समझा दिया। സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ദൈവം പറയുകയാണ്, सपना देखने के लिए जो उनके लिए परमेश्वर बोल रहे हैं, നീ കൺഫ്യൂഷൻ ആകരുത്. कंफ्यूज नहीं होना है। ദൈവം നിന്നെ പഠിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. परमेश्वर आपको सिखाने वाला നീ है। സ്വപ്നം കാണേണ്ടത് എന്താണ്? आपको क्या सपना देखना है? മഹത്വം വെളിപ്പെടുന്ന സ്വപ്നം കാണണം. बहुत भी सपना देखना है, തേജസ് വെളിപ്പെടുന്ന സ്വപ്നം കാണണം. तेजस भी सपना देखना നിന്റെ है, കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുന്ന സ്വപ്നം आपके കാണണം. बच्चे ज्ञान के लिए सपना देखना നീ है, ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുന്ന സ്വപ്നം കാണണം. आप खुश भी सपना देखना है। കുഞ്ഞുങ്ങളെ ശപിച്ചുകൊണ്ട് പറയരുത്. बच्चों को ശാപവാക്കുകൾ വീട്ടിൽ പറയരുത്. शाप की कुछ बोलना नहीं है। ചില ആളുകൾ വാ തുറന്ന് ശാപമേ പറയത്തുള്ളൂ. कुछ लोग मुंह से गंदी बात बोलते हैं, അതൊന്നും വീടിനകത്ത് ശാപം കുന്നുകൂടി കിടക്കും. उसकी वजह से अपने परिवार में शाप की നല്ല गंदी വാക്കുകൾ വീടിനകത്ത് പറയണം. अच्छी बात घर पे बोलना है। മൂന്ന് ജോസഫ് സ്വപ്നം കാണുന്നവരായിരുന്നു. जोसेफ सपना देखते थे। എന്തുകൊണ്ടാണെന്നറിയുമോ? അധികമായിട്ട് അവനോട് വിരോധമായ ആളുകൾ വരാൻ കാരണം बहुत सारे लोग जोसेफ के अगेंस्ट क्यों हुआ था? അവൻ സ്വപ്നം കാണുന്നവരായിരുന്നു. क्योंकि जोसेफ सपना देखते थे। ഉൽപ്പത്തി 37:18 വാക്യം വായിക്കാം. ഉൽപ്പത്തി 37:18. 18 നാലാമത്തെ വിഷയത്തിൽ ശ്രദ്ധിച്ച് കേട്ടോണം. നാലാമത്തെ വിഷയം, चौथी बात, അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് उन लोग जोसेफ को दूर से देखा, അവനെ കൊല്ലേണ്ടതിന് उसको मारने के लिए, ആലോചന കഴിച്ചു. उसको मारने के लिए लोग सोच रहे थे। ഞാൻ ചോദിക്കട്ടെ, मैं पूछ रहा हूँ, ജോസഫിനെ जोसेफ को പകച്ചു, विरोध किया, സമാധാനമായിട്ട് അവരോട് സംസാരിക്കുന്നില്ല. समाधान रूप से उससे बात नहीं किया, എങ്കിലും അവൾ ദൈവകൃപയാൽ അവർ സ്വപ്നം കാണുന്നു. लेकिन जोसेफ फिर भी कृपा से सपना देखा। ഇതെല്ലാം ഇരിക്കുമ്പോൾ തന്നെ ये इसकी बात भी ഇവരെ കൊല്ലാൻ പദ്ധതി ഒരുക്കുകയാണ്. जोसेफ को मारने के लिए सब लोग तैयारी की। ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, मैं एक क्वेश्चन पूछ रहा हूँ, ജോസഫിനോടാണോ പോരാട്ടം, അവന്റെ സ്വപ്നത്തോടാണോ പോരാട്ടം? ये सबको जोसेफ के लिए प्रॉब्लम है कि उसकी सपना प्रॉब्लम है? ജോസഫിനോട് പോരാട്ടമില്ല.
जोसेफ के लिए प्रॉब्लम नहीं है, പക്ഷെ അവന്റെ അകത്തൊരു ദർശനമുണ്ട്. लेकिन जोसेफ के अंदर जो दर्शन था उसके ദർശനമുണ്ടെങ്കിൽ നിനക്കെതിരെ ആളുകൾ എഴുന്നേൽക്കും. अपने अंदर दर्शन है तो सब अबे करने സ്വന്തമുണ്ടെങ്കിൽ നിനക്കെതിരെ ആളുകൾ എഴുന്നേൽക്കും. तो अपने देश के लोग खड़े हो ദൈവിക കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിനക്കെതിരെ ആളുകൾ എഴുന്നേൽക്കും. अपने देश दूसरे लोग खड़े हो പക്ഷെ നീ ഭയപ്പെടരുത്. लेकिन आपको डरना नहीं, ദൈവം നിന്നെ ജയത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. परमेश्वर आपको जय देने वाला ഈ है। പ്രോസസ്സിലൊക്കെ നീ കടന്നു പോകണം. ये प्रोसेस के अंदर अपन घुसेंगे, ആരോടോ ദൈവം അവിടെ ഒരു ദൂതൻ പറയാം. किसी को परमेश्वर बोल रहे നീ हैं അറിയാതെ നിന്നെ കൊന്നു കളയാൻ ഗൂഢാലോചന നടത്തുന്ന നടുവിൽ अपने मारने के लिए कुछ लोग अभी सोचते हैं, उनके बीच में ഈ ഉടുപ്പിട്ടോണ്ട് നീ നടക്കാൻ പോവുകയാണ്. खड़े हो जाए। ഈ ഉടുപ്പിട്ടോണ്ട് നീ നടക്കാൻ പോവുകയാണ്. ഏതൊരു പാത്രം കൈയടിച്ചോ ആരാധിച്ചോ ഈ ഉടുപ്പിട്ടോണ്ട് നീ നടക്കാൻ പോവുകയാണ്. ചില ആളുകൾ कुछ लोग പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ऐसे बोलता है, എന്റെ പാസ്റ്ററെ കൂടുതലൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. बस वो ज्यादा प्रेयर करते तो कोई कुछ मिलने नहीं वाला है। എല്ലാം മേളിരിക്കുന്ന ആളെന്ന കാര്യം അറിയുന്നുണ്ട്. सब ये सब एक മേളിലിരിക്കുന്ന ആളെല്ലാം ये കാണുന്നു. सब ऊपर वाले देख रहे हैं। പ്രാർത്ഥിക്കുന്നവന് പോരാട്ടമുണ്ട്. प्रार्थना कुछ लोग करते हैं, उनके പക്ഷെ बीच നിനക്കറിയാം में- ജയം ദൈവം തരാൻ പോകുന്നു. लेकिन उनके बीच में परमेश्वर उनको जय देने वाला है। പ്രാർത്ഥിക്കാത്തവൻ പിശാചിന്റെ തോളിൽ കൈയിട്ടോണ്ട് നടക്കുക. जो प्रार्थना नहीं करते वो पिशाच के साथ जीवन बिताते हैं। അവരുമായിട്ട് ഒരു പ്രശ്നവുമില്ല. उनकी लाइफ में कुछ प्रॉब्लम नहीं होता। ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിന് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. इंडिया पाकिस्तान की युद्ध में होने वाला है, എന്താണ് കാരണം? ഭീകരവാദികൾ ചിലരെ വെടിവെച്ചു. कुछ शूट हुआ है वो। അടങ്ങിയിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. अगर अपन चुपचाप बैठे तो कुछ प्रॉब्लम പക്ഷെ नहीं। നിങ്ങളുടെ ഞോണ്ടാ പോയാൽ പ്രശ്നം നിങ്ങൾക്കെതിരെ വരും. अगर अपन उसके अगेंस्ट खड़े हो जाएंगे तो अपने ഇതുപോലെ against കർത്താവ് खड़े हो പറയുന്ന ഒരു दूत ഞാൻ പറയാം. परमेश्वर की अभी एक दूत बोलने वाला है। നീ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. तुमको प्रार्थना की जरूरत है, प्रार्थना की അടുത്ത വിഷയമാണ് दूसरी बात है, ഇവരോട് ഇത്രയും പോരാട്ടം വരാനുള്ള കാരണം എന്താണ്? ये सब प्रॉब्लम होने की ഉൽപ്പത്തി क्या है? 37:23 ഉൽപ്പത്തി 37:23 അങ്ങനെ അതൊന്ന് വാക്യമെടുക്കാമോ? ആ വാക്യം നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കേ. ആ ജോസഫ് ഇപ്പൊ കാര്യം മനസ്സിലായി. എന്താണ് പ്രശ്നം? प्रॉब्लम क्या है? ഞാൻ ശരിയാണോ? വചനം പറയുന്നു ജോസഫ് തന്റെ സഹോദരന്മാരുടെ അടുക്ക വന്നപ്പോൾ जोसेफ उनके सिबलिंग के सामने गए थे, അവന്റെ ഉടുപ്പ് उसके ड्रेस വലിച്ചു കീറി. हटा दिया है। മനസ്സിലായില്ല? ഇത് ആണ് പ്രശ്നം. यही है प्रॉब्लम, വേറൊരു പ്രശ്നവും നാട്ടുകാരിൽ നിനക്കില്ല. और कुछ भी प्रॉब्लम उनके अपने വേറൊരു लिए, പ്രശ്നവും അയൽവാസിയിൽ നിനക്കില്ല. और कुछ भी प्रॉब्लम नेबर्स എന്നാൽ ഈ ഉടുപ്പ് ഊരിയാൽ പഴയതുപോലെ കിട്ടും. അതിനെ ആളുകൾ ഉപേക്ഷിക്കുക. कुछ लोग ये सोचते हैं कि अगर ये ड्रेस को अपन हटा दे तो अपन वापस से अपने जैसे हो പക്ഷെ जाए। ഞാൻ ഒരു കാര്യം പറയാം. लेकिन मैं बोल रहा हूँ, ഈ ഉടുപ്പ് അവർ ബലമായി വലിച്ചൂരി എടുത്താലും अगर ये ड्रेस लोग മറുവശത്ത് രാജവസ്ത്രം ദൈവത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്നു. ദൈവമാവ് ഒരു സൂചന പറയാം. ജോസഫ് പ്രതിസന്ധിയുടെ നടുവിൽ ജയിലിൽ പോകേണ്ടി വന്നു. जोसेफ को जेल जाने की एक परिस्थिति हुई थी। കുറച്ച് വർഷങ്ങൾ ജയിലിൽ കിടന്നു. कुछ साल वो जेल में, അവിടെ കിടക്കുമ്പോൾ സ്വപ്നം കാണുകയാണ്. उधर भी जोसेफ ने सपना देखा था। എവിടെ കൊണ്ടൊരു ദൈവത്തിനെ ഇട്ടാലും ദൈവം ഇത് സ്വപ്നം കാണും. अगर देवपुत्र को कहीं पे भी डालो वो वहाँ पे सपना देखेंगे। ഈ ഉടുപ്പ് ദൈവം ഒന്ന് മാറ്റാൻ പോവുക. ये वस्त्र ऊपर वाले चेंज करने जा रहे ഞാൻ हैं। ട്രിവാൻഡ്രം ജയിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ट्रिवांड्रम जेल में भी एक बार गए थे। 1550 തടവുകാരുടെ ഉണ്ടായിരുന്നു. 1550 1560 लोग उधर थे। അവരെല്ലാം ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. उनके ड्रेस में एक एक नंबर थे। 357, 348, 55 56
26 അത് ജയിൽ വസ്ത്രമാണ്. वो जेल की यूनिफॉर्म है। അപ്പൻ തന്ന വസ്ത്രം ആരെങ്കിലും പറിച്ചുരുക്കിയിട്ടുണ്ടെങ്കിൽ अगर ऊपर परमेश्वर ने अगर किसी को ड्रेस दिया है उसको हटा दिया तो താമസിക്കാതെ ഒരു രാജവസ്ത്രം നിങ്ങൾക്ക് തരാൻ പോവുക. ഏറ്റെടുത്തോ, 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 ഏറ്റെടുത്തോ. എന്റെ കാതിൽ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം. मेरे कान में एक शब्द सुन रहा है। ഒന്നുകൂടെ ഞാൻ പറയാം, എന്റെ കാതിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം. मेरे कान में एक शब्द मैं सुन रहा हूँ। ഒരു തയ്യൽക്കാരൻ एक टेलर ഒരു വസ്ത്രം നെയ്തുണ്ടാക്കുന്നു. एक वस्त्र बना रहा है। ഈ വസ്ത്രം ആർക്കു വേണ്ടിയുള്ളതാണ്? ये वस्त्र किसके लिए है? ഇത് ജോസഫ് നിനക്ക് വേണ്ടിയുള്ളതാണ്. ये जोसेफ के लिए है। എവിടെ നീ തകർക്കപ്പെട്ടോ, अगर कहीं पे भी तू गिर रहे हो, എവിടെ നീ ഭയപ്പെട്ടോ, कहीं पे भी तू गिर रहे हो, എവിടെ നിന്നെ മാറ്റി നിർത്തിയോ, अगर किसी ने तुमको हटा दिया तो, എവിടെ നിന്നെ അവമാനിച്ചോ, अगर किसी ने तुमको छोड़ दिया, അവരുടെ മുമ്പിൽ ഈ വസ്ത്രത്തോടെ നീ നടക്കാൻ പോവുകയാണ്. उसने जोसेफ के वस्त्र में खड़े हो जाएंगे। ഏറ്റെടുത്തോ, ഈ മൂന്ന് ചാടി പിടിക്കുന്നവർക്ക് വിടുക. അടുത്ത ഒരു കാര്യം കൂടെ പറയാം. इससे एक और बात है, ആളയച്ചു ജോസഫിനെ വരുത്തി, ആളയച്ചു ജോസഫിനെ വിളിച്ചു. सब जोसेफ को बुलाया हुआ है। ഇപ്പൊ ജോസഫിനെ കണ്ടാൽ अभी जोसेफ को देख के താടിയൊക്കെ വളർത്തി, दाढ़ी सब है, മീശയൊക്കെ ഉണ്ട്, मुस्ताश सब है, മുടിയൊക്കെ വളർത്തി ഇറക്കി बाल सब वो ഒരു പ്രാകൃതന, ഒരു പ്രാകൃതന, ഒരു നോർമൽ മനുഷ്യനല്ല. ശ്രദ്ധിച്ച് കേൾക്കണമേ, अब सुनिए, ഈ മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെ ആകാൻ കാരണം ഒരപ്പൻ കൊടുത്ത ഉടുപ്പാണ്. अगर ये व्यक्ति को ऐसे प्रतिसंधि हुआ है तो ये इसकी कारण है उनकी पिता ने जो ड्रेस दिया है वो है। അതിന്റെ പേരിൽ എന്തെല്ലാം അപമാനങ്ങളും ദുഷികളും നിന്ദകളും നിന്നെ കുറിച്ച് പലതും പറഞ്ഞിട്ടു. वो ड्रेस की वजह से आपके लिए सब कुछ दोष बोला है, इसके बावजूद भी ദൈവം നിന്നെ ഇത്രത്തോളം മാനിക്കാൻ കാരണം ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. लेकिन परमेश्वर को इसके बीच में आप इनको उठा हुआ है। ഈ അവസ്ഥയിലേക്ക് ഇപ്പൊ ജോസഫ് എത്തിയിരിക്കുക. ये प्रतिसंधि में अभी जोसेफ आया है। ഇനി അടുത്ത കൂട് കേൾക്കണോ? दूसरी बात है, ഇത്രയും പ്രോസസ്സിലൂടെ നീ പോകുമ്പോൾ ദൈവത്തിന്റെ കൂടെ ഉണ്ട്. इसके बावजूद भी परमेश्वर अपने साथ है। അടുത്തത് നിന്നെ നിന്ദിച്ചവർ നിന്റെ മുമ്പിൽ വരാൻ പോവുക. दूसरी बात है, आपको अभी जो भी गया है वो लोग अभी अपने सामने आने वाले ഈ हैं। കൂട് ഏറ്റെടുത്തു പറയുമ്പോൾ ये आपके लिए है। എഴുന്നേറ്റ് ആരാധിക്കണ എഴുന്നേറ്റ് ആരാധിച്ചോണം. खड़े होकर आराधना करना है तो खड़े होकर आराधना ഭൂമി करिए। ഞാൻ പറയാൻ പോവുകയാണ്. बात ये है, ശത്രുക്കൾ മുമ്പാകെ ദൈവം നിനക്ക് മേശയൊരുക്കാൻ പോവുകയാണ്. എഴുന്നേറ്റ് കൈയടിച്ച് ആരാധിച്ചോട്ടെ. ദൈവശക്തിയുടെ സർവ്വശക്തനായ ഏറ്റെടുത്ത് ആരാധിച്ചോ. ഉയർന്നു പോവുക. ഏറ്റെടുത്ത് തുള്ളി ചാടിയോ ഏറ്റെടുത്ത് ആരാധിച്ചോ. ശത്രുക്കൾ മുൻപാകെ ദൈവം മേശയൊരുക്കാൻ പോവുക. सामने होकर आराधना। ആ ഭൂമി ഏറ്റെടുത്ത് ആരാധിച്ചോ. ഭൂമി ഏറ്റെടുത്ത് ആരാധിച്ചോ.
വിറ്റ് കാശ് വാങ്ങിക്കുന്നവര് अगर कोई ഇന്നു പകൽ മറന്നു കളാം. उनको अपन को भूलना है, പകരം उसके बाद ഈ സ്ഥാനത്തേക്ക് നിന്നെ ഉയർത്തിയ अगर किसी बीच में अपन को ദൈവത്തിന് നന്ദി കൊടുക്കുക. परमेश्वर को धन्यवाद करेंगे। ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. एक और बात मैं बोल रहा हूँ, നിങ്ങൾ ദോഷത്തിന് ചെയ്തത് अगर आप दोष के लिए सोच रहे हैं, എന്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. खुदा उसको नन्मा के लिए करेंगे। എന്നിവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. आपको दोष नहीं करना है, നിങ്ങളുടെ നന്മയ്ക്കായി ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ये सब कुछ परमेश्वर नन्मा के लिए करेगा। ശാന്തമായിട്ട് സഹോദരന്മാർ ജീവിക്കുക. ശാന്തമായിട്ട് बैग पकड़ के सिबलिंग्स खड़े हो रहे हैं, എല്ലാ ചെറുതായി ജീവിക്കുക. सब लोग क्यों में खड़े हैं, എന്തിനാ വന്നത്? क्यों आया है? നാട്ടിൽ പട്ടിണിയാ. उनकी गांव में പട്ടിണിയാണ് നാട്ടിൽ. ജോസഫിന്റെ അടുക്കൽ ഇഷ്ടംപോലെ ആഹാരമുണ്ട്. लेकिन जोसेफ के हाथ में बहुत सारे खाना है। സ്വപ്നം കാണുന്ന ജോസഫെ നിന്റെ വീട്ടിൽ ദാരിദ്ര്യം വരത്തില്ല. जोसेफ ने सपना देखते थे, उनके परिवार में किसी भी चीज की कमी नहीं है। അവൻ ആളുകൾ ജോസഫിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. जोसेफ के सामने बहुत सारे लोग खड़े थे। ഇതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. यही है परमेश्वर की जो विश्वस्तता। ഭാഗച്ചവരുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തവരുടെ മുമ്പിൽ നീ ശ്രേഷ്ഠരായി വാഴാൻ പോവുകയാണ്. जो लोग अपन को हटा रहे हैं, जो लोग अपने लिए निंदा सोचा है, वो लोग सब जोसेफ के सामने खड़े थे। ഇപ്പോൾ രാജ്യത്തെ രണ്ടാമനാരാണ്? अभी राज्य की जो दूसरे कोने हैं, ജോസഫ്. जोसेफ। അവർക്ക് പറഞ്ഞത് जोसेफ ഒരു ഉടുപ്പിന്റെ പേരിൽ ഇത്രയും വേദന സഹിച്ചെങ്കില് മറ്റൊരു ഉടുപ്പ് ഞാൻ കാണിച്ചെന്ന് അവസാനിപ്പിക്കാം. एक ड्रेस के कारण जोसेफ इतने सब कुछ निंदा सोचा था, दूसरी ड्रेस യോഹന്നാന്റെ സുവിശേഷം 19:23. John chapter 19 verse 23. 19:23 പറഞ്ഞിട്ട് പടയാളികൾ യേശുവിനെ ക്രൂശിച്ചു. അവന്റെ വസ്ത്രം ചില ആളുകൾക്ക് ചിലരോട് അസൂയ വരാൻ കാരണം നീ ഇട്ടിരിക്കുന്ന ഉടുപ്പാണ്. कुछ लोग तो अपने अगेंस्ट खड़े हो रहे हैं, उनके कारण अपन जो ड्रेस पहना है उसकी वजह से। നിന്റെ മൊബൈൽ അവർക്ക് വേണ്ട, നിന്റെ വാച്ച് അവർക്ക് വേണ്ട, നിന്റെ ചപ്പൽ അവർക്ക് വേണ്ട, मोबाइल उनको नहीं चाहिए, वॉच नहीं चाहिए, चप्पल नहीं चाहिए, നിന്റെ വീട് അവർക്ക് വേണ്ട. अपने घर उनको नहीं चाहिए, നീ ഇട്ട ഉടുപ്പാണ് പ്രശ്നം. अपने जो ड्रेस है उनको चाहिए। वो है उनके ऊपर। എന്ത് വില കൊടുത്തും നീ പിടിച്ചിരിക്കാൻ തയ്യാറാണ്. अच्छे से उसको अपन को नहीं निकालना है। പഴയതിലേക്ക് പോകരുത്. पुराने में नहीं जाना, अपन പഴയ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് പോകരുത്. पुराने നിന്നെ വിടുവിച്ച ദൈവത്തെ നീ ഒരിക്കലും മറക്കരുത്. लेकिन अपने परमेश्वर को अपन को भूलना नहीं। യേശുവിന്റെ വസ്ത്രം അവർ കീറിയെടുത്തു. परमेश्वर के कपड़े को सबने निकाला है। പടയാളികളെ, നിങ്ങൾക്ക് എന്തിനാണ് യേശുവിന്റെ വസ്ത്രം? सब लोग तो पूछ रहे थे कि परमेश्वर की ड्रेस तुम लोगों को क्यों चाहिए? ഇതൊരു സാധാരണ ഉടുപ്പല്ല. ये साधारण वस्त्र नहीं है, ഇതിനകത്ത് രോഗശാന്തിയുണ്ട്. इसके अंदर रोग शांति है, ഇതിനകത്ത് ഭൂതങ്ങൾ വിട്ടുപോകും. इसके अंदर से भूत को हटाने की शक्ति ഇതിനകത്ത് है, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. इसमें जो मरे हुए हैं वो लोग जिंदा आएंगे। ഈ ഉടുപ്പ് ഞങ്ങൾ ഇന്ന് എടുക്കുകയാണ്. ये ड्रेस को हम निकाल रहे हैं। ഞാൻ ഈ കാര്യം ആത്മാവിൽ പറയാം. मैं आत्मा में एक बात बोल रहा है, ഉടുപ്പിനേക്കാൾ വിലയുള്ള ഒരു അഭിഷേകമാണ് യേശുവിന്റെ മേലുണ്ടായിരുന്നത്. वस्त्र से भी ज्यादा जो अभिषेक है वो परमेश्वर है। ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, आज के दिन परमेश्वर बोल रहे हैं, സകല ഭക്തന്മാരുമായി പോലെ വന്ന് കേൾപ്പി. सब लोग आके सुनिए, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് वो मेरे प्राण के लिए क्या किया है। ഞാൻ വിവരിക്കാം. मैं बोल रहा हूँ, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും മാറ്റാതെ കർത്താവ് ചെയ്തത് എന്താണ്? അവൻ നാം നശിക്കേണ്ട സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി നശിച്ചു. നാം പകരേണ്ട സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി തകർന്നു. ഈ പകൽക്കാലം നിന്നെ ശ്രേഷ്ഠനാക്കി മാറ്റുവാൻ, നിന്നെ മൂല്യമുള്ളവനാക്കി മാറ്റുവാൻ കർത്താവ് നിനക്ക് വേണ്ടി നാമം മരിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സമസ്ത പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന രക്ഷയുടെ വസ്ത്രം, അഭിഷേകത്തിന്റെ വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രം വലിച്ചു ചെയ്യുവാൻ, ദോഷം ചെയ്യുവാൻ, ഗൂഢാലോചന നടത്തുവാൻ ധാരാളം ആളുകളുടെ നടുവിൽ ഞങ്ങളെ ജയത്തോട് നിർത്തുന്നത് കൊണ്ട് സ്തോത്രം. അത് വലിയവനാണ്.
അങ്ങയുടെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. അങ്ങയുടെ സാന്നിധ്യം നിറച്ചുകൊണ്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്നിച്ച് ആമേൻ പറഞ്ഞാട്ടെ.